നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ പൊങ്കാലയും മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം തന്നെയാണ്. തലസ്ഥാനത്ത് ഒന്നടങ്കം പല നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള വിശ്വാസികൾ ഒത്തൊരുമിച്ച് പൊങ്കാല അർപ്പിക്കുന്ന ഒരു വിശേഷം. നമുക്കറിയാം, ഈ പൊങ്കാലയുടെ പേരിൽ വലിയ തട്ടിപ്പുകൾ നടന്ന കാലം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പേര് പറയുമ്പോൾ തന്നെ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ വലിയ തുക എഴുതി വാങ്ങിയ, ആ പൊങ്കാല കല്ലുകൾ പോലും തിരിമറിച്ച ആളാണ് എന്ന തരത്തിൽ പരാമർശിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ്. ഇത്തരത്തിൽ അഴിമതി കഥകൾ മാത്രം കേട്ടുള്ള ഒരു പൊങ്കാലകളാണ് ഓരോ ദിവസവും ഓരോ വർഷവും വരാറുള്ളതെങ്കിൽ ഈ തവണ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ടുള്ള ഒരു പൊങ്കാലയായിരുന്നു. വന്നവർക്കും അനുഭവിച്ചവർക്കും അത് കഴിഞ്ഞ് തിരികെ പോകുന്നവർക്കും പറയാനുള്ളത് ഒന്ന് മാത്രം: സന്തോഷം മനസ്സ് നിറഞ്ഞു, സൗകര്യങ്ങളും ഒരുപാടുണ്ട് എന്ന്. അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടെയാണ് ഈ തവണത്തെ പൊങ്കാല ആഘോഷങ്ങൾ നടത്തിയത് എന്ന് ചുരുക്കം. ഇതിന്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് നൽകേണ്ടുന്നതാണ്. ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് നോക്കി വീക്ഷിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് വി രാജേഷ് ഒരു നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, എല്ലാ വർഷവും പൊങ്കാല എന്ന് പറയുന്നത് വലിയ ആഘോഷമാകുന്നത് കൊണ്ട് തന്നെ ഓരോ വർഷവും അതിനെക്കുറിച്ച് അറിയുന്നവരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഓരോ വർഷവും അതിന് എത്തുന്ന ആളുകളുടെ, പൊങ്കാല ഇടാൻ വേണ്ടി എത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. അങ്ങനെ അത് കൃത്യമായി മനസ്സിലാക്കുകയും എത്ര പേർ വന്നു കഴിഞ്ഞാലും അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് മറ്റുള്ള ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ പൊങ്കാല നടത്താൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ക്രമീകരണം ഈ തവണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിന്നിരുന്നു. അതായത് കുടിവെള്ളമടക്കം കിട്ടാത്ത സാഹചര്യങ്ങൾ ക്ഷേത്രത്തിന്റെ പല പരിസര പ്രദേശങ്ങളിലും ഉണ്ടായി എന്നുള്ള ഒരു രീതി. അത് യഥാർത്ഥത്തിൽ BJP അധികാരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നതിനു ശേഷം ചരിത്രപരമായിട്ട് ആദ്യമായിട്ടുള്ള BJPയുടെ ഭരണകാലത്തുള്ള പൊങ്കാല എന്നുള്ള സമയത്ത് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അത് സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ വിമർശനം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി ചില ആളുകൾ പ്രവർത്തിച്ച് അത്തരത്തിലാക്കി തീർത്തതാണ്. കുടിവെള്ളം വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിച്ചതായിരുന്നു എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും BJPയുടെ നേതൃത്വത്തിലുണ്ടായി. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാക്കുക മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തി എന്നുള്ളതാണ് ഇവിടെ വി രാജേഷിന്റെ വിജയം. അതായത് സ്വാഭാവികമായിട്ട് തുടക്കത്തിലുണ്ടായിട്ടുള്ള കുടിവെള്ള പ്രശ്നം 2 ദിവസത്തിനുള്ളിൽ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതികൾ കൃത്യമായിട്ട് മാറ്റിയെടുത്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. 101 വാർഡുകൾ, ആ 101 വാർഡുകളിലേക്കും വ്യത്യസ്തമായിട്ട് 101 വാർഡുകൾക്കും പ്രത്യേകമായിട്ടുള്ള കുടിവെള്ള ടാങ്കറുകൾ എത്തിച്ചുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാല സമയത്തുള്ള കുടിവെള്ള പ്രതിസന്ധിയെ മറികടക്കാൻ വി രാജേഷ് നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ വിമർശനമുണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം വരുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാനും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള കാര്യമാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് വി രാജേഷ് തന്നെ കൃത്യമായിട്ട് ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഓരോ വാർഡുകളിലേക്കും പ്രത്യേകമായിട്ട് നൽകിയിട്ടുള്ള ടാങ്കറുകൾ അവിടെയുള്ള പ്രദേശത്തെ ആർക്ക് വേണമെങ്കിലും കുടിവെള്ളം എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ ഓടിയെത്തും എന്നുള്ള ഉറപ്പും വി രാജേഷ് നൽകിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു. പിന്നീടുണ്ടായിരുന്നത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ കൃത്യമായിട്ടുള്ള നടപടി മേയറുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പൊങ്കാല കഴിഞ്ഞ് നിവേദ്യം അർപ്പിച്ചതിന് ശേഷം വിശ്വാസികൾ എല്ലാവരും പോയതിനു ശേഷം മിനിറ്റുകൾക്കുള്ളിൽ അവിടെ ശുചീകരണ തൊഴിലാളികൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ വി രാജേഷും കൂട്ടരും സജ്ജീകരിച്ചു എന്ന് പറയുന്നതിനായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അങ്ങനെ കൃത്യമായിട്ട് അവിടെ എത്തിയിട്ടുള്ള ശുചീകരണ തൊഴിലാളികൾ യാതൊരു മടിയുമില്ലാതെ എത്ര പെട്ടെന്നാണോ അവിടുത്തെ ശുചീകരണങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നത് അത്രയും പെട്ടെന്ന് ശുചീകരിച്ച് തിരുവനന്തപുരത്തെ പഴയ രീതിയിലേക്ക് ആക്കി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടുന്നത്. അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയും അത് നടപ്പിലാക്കാനുള്ള ഒരു രീതിയിലും വി രാജേഷ് എന്ന മേയർ ഇവിടെ വിജയിച്ചു എന്ന് ചുരുക്കം. ഇതോടുകൂടെ വലിയ വിമർശനങ്ങളാണ് മുൻ മേയർക്കെതിരെ ഉണ്ടാകുന്നത്. അതിലേക്ക് കടക്കും മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ കൂടെ കൃത്യമായിട്ട് ഈ തവണ മേയർ വി രാജേഷ് ഇടപെട്ടു എന്ന് പറയേണ്ടി വരും. അതായത് ഈ പൊങ്കാല സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് തലസ്ഥാന
തലസ്ഥാന നഗരിയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാർക്ക് ചെയ്യാനുള്ള സൗകര്യക്കുറവ് പലപ്പോഴും ഉണ്ടാകുന്നതായിട്ട് യാത്രക്കാർക്കും മറ്റു നാടുകളിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ ഒരു പരാതിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പരാതി പരിഹരിക്കാൻ വേണ്ടി പലയിടങ്ങളിലും ക്ഷേത്രവും ക്ഷേത്ര ട്രസ്റ്റും അതോടൊപ്പം തന്നെ കോർപ്പറേഷനും ഒക്കെ ചേർന്നുകൊണ്ട് ചില ഇടങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അനധികൃതമായിട്ട് ഈ വല്ലപ്പോഴും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ വരുന്ന ഡ്രൈവേഴ്സിന് അറിയാത്ത കാര്യം എന്ന് മനസ്സിലാക്കി മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ പാർക്കിങ്ങിന്റെ പേരിൽ വലിയ കൊള്ളകൾ നടത്തുന്നുണ്ട് എന്ന് മേയർ വി രാജേഷ് കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു ബസ് ഒരു മണിക്കൂറിലേക്ക് ഇടാൻ വേണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി 1000 രൂപയൊക്കെ എഴുതി വാങ്ങുന്ന പാർക്കിംഗ് സർവീസായി വാങ്ങുന്ന രീതികൾ മേയറുടെ കണ്ണിൽ പെടുന്നു. അതിന് കൃത്യമായ നിയമ നടപടി തന്നെ സ്വീകരിക്കുന്നു വി രാജേഷ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വായ കൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ AC റൂമിലിരുന്ന് ഉത്തരവിടുകയല്ല, കളത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു മേയറെയാണ് ഈ തവണത്തെ പൊങ്കാല ദിവസത്തിൽ കാണാനിടയായത്. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം, അത് തന്നെയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ വി രാജേഷിന്റെ പേരിൽ വലിയ രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുകയാണ്. ഇനിയും ഇതുപോലുള്ള മേയറായിരിക്കണം, BJP മേയർ എന്നതല്ല, ഇനിയും ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിരിക്കണം എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. വിമർശകർ സ്വാഭാവികമായിട്ടും പറയാം അത് തിരഞ്ഞെടുപ്പ് തന്ത്രമാണ്, അല്ലെങ്കിൽ അത് മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്, ഇതൊക്കെ മെനയുന്ന കഥകളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നാടകമാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാകും. നാടകമാണെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ അയാൾ ഇറങ്ങി പ്രവർത്തിച്ചത് അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ അയാൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നത് ഒരു പേരിന് പോലും ഇവിടുത്തെ മുൻ ഭരണാധികാരികൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് നേരെ നോക്കി സംസാരിക്കാൻ പോലും മുഖ്യമന്ത്രിയോട് നേരെ നോക്കി സംസാരിക്കാൻ പോലും ഭയമാണ് എന്ന് പറയുന്ന പല പൊതുജനങ്ങളുടെയും മുഖങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുമ്പോൾ ആ സാഹചര്യത്തിലാണ് മറ്റ് ചില ആളുകൾ, മറ്റു ചില പ്രതിനിധികൾ ഇത്തരത്തിൽ ജനങ്ങൾക്കൊപ്പം ഞാനും നിങ്ങളിൽ ഒരാളാണ് എന്ന് ഉയർന്ന ബോധ്യമുണ്ട് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ വി രാജേഷ് ഈ തവണ ശക്തമായിട്ടുള്ള കയ്യടി തന്നെ വാങ്ങുന്നു എന്ന് പറയേണ്ടി വരും. അതേസമയത്ത് മേയറിനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് മുൻ മേയറെ ചില ആളുകൾ ഓർക്കുന്നുമുണ്ട്. അവരൊക്കെ പറയുന്നത് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ കൊള്ളക്കണക്ക് ഉണ്ടാക്കിയ മേയർ അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഇതുപോലൊരു മേയർ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന് വലിയ രീതിയിൽ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ തവണത്തെ മേയറിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയേണ്ടി വരും. കാരണം ഇങ്ങനെയും പ്രവർത്തിക്കാമെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മുൻപ് ഉണ്ടായിരുന്ന മേയർ എന്താണ് ഇവിടെ ചെയ്തു വെച്ചത് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള കയ്യടികൾ മേയർ വി രാജേഷ് ഏറ്റുവാങ്ങുകയാണ്. തലസ്ഥാനത്തെത്തിയ മലയാളി വിശ്വാസികൾ അവരുടെ ഒന്നടങ്കം സ്നേഹം ഈ തവണ തിരുവനന്തപുരം കോർപ്പറേഷനായിട്ടുള്ള മേയർ വി രാജേഷ് വാങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്.